നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നുള്ളൊരു തസ്തികയിലേക്കുള്ള എക്സാം രാവിലെ നടന്നിരുന്നു. അതിന്റെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു 10 മാർക്ക് ഇതിന് ഹിന്ദി ഉണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് സെയിം LDCയുടെ സിലബസ് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഒക്കെ ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ. ഇപ്പൊ LDCക്ക് പോകുന്നവരും ഡിഗ്രി മെയിൻസ് ഇപ്പൊ എഴുതാൻ പോകുന്നവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും. ഇപ്പോൾ LDCക്കാരുടെ സെയിം സിലബസ് തന്നെയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു 10 മാർക്ക് ഹിന്ദിയിലും ഉണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ ലോർഡ് റിപ്പൺ എന്നാണ് ചോദ്യം. ഉത്തരം ഡി ആണ്. ഓൺലി 2 and 4, 2ഉം 4ഉം ആണ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ആണ്. സെക്കൻഡ് അഫ്ഗാൻ വാറും ആംസ് ഓഫ് ആയിട്ട് 1878ഉം അസോസിയേറ്റഡ് അല്ല എന്നാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്രൊണോളജിക്കലി അറേഞ്ച്ഡ് എന്നാണ്. അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. Consider the following statements from the Indian freedom movement. Which of the following is chronologically arranged എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എ ആണ്. 1, 2 and 3 ആണ്. നെഹ്റു റിപ്പോർട്ട് recommends principles for the Constitution of India, Meerut conspiracy case and communal award of Ramsay MacDonald ആണ്. അപ്പോൾ ആൻസർ എ ആണ്. മൂന്നാമത്തെ ചോദ്യം, ഹു വാസ് ദ എലക്ടഡ് ചെയർമാൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ കൊറിയ 1947 ആണ്. ഉത്തരം സി ആണ്, KPS മേനോൻ. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം. ആൻസർ ഡി ആണ്. ഓൺലി 2 and 3 ആണ്. സോറി, ഓൺലി 1 and 3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ കുണോ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് ആണ്. ആൻസർ മധ്യപ്രദേശ് ആണ്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് റൂളേഴ്സ് ഓഫ് ട്രാവൻകൂർ ആണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം ബി ആണ്. ഒന്നെന്ന് പറയുന്ന സ്വാതി തിരുനാള് എന്താണ്, ബിഗിനിങ് ഓഫ് ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ്. ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ട്രാവൻകൂർ ആണ്. ആയില്യം തിരുനാൾ എന്ന് പറയുന്നത് പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ, പണ്ടാരപ്പാട്ട വിളംബരമാണ്. ശ്രീമൂലം തിരുനാൾ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 ആണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം, ലിസ്റ്റ് ചീരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. എട്ടാമത്തെ ചോദ്യം, അതും ഒരു ചേരുംപടി ചേർത്തത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഡി ആണ്. ഒൻപതാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം 4ഉം ഇൻകറക്റ്റും 2ഉം 3ഉം കറക്റ്റും എന്നാണ്. 2ഉം 3ഉം കറക്റ്റ് ആണ്. 1ഉം 4ഉം ഇൻകറക്റ്റ് എന്നാണ് ആൻസർ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് അബൌട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ റീജിയൻസ് എന്നാണ് ചോദ്യം. ഉത്തരം ഡി ആണ്. 11ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദ്യം. ഉത്തരം 11ാമത്തെ ഉത്തരം ഡി ആണ്. പെരിയാർ പ്ലേറ്റ്, ബാണാസുര മല, അതാണ് നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത്. 12ാമത്തേത്, വിച്ച് സ്റ്റേറ്റ്സ് ഓഫ് ഹെറിറ്റേജ് വാഞ്ചോ വുഡൻ ക്രാഫ്റ്റ് which recently received the geographical indication tag എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ബി, അരുണാചൽ പ്രദേശ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം. 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ്. ഓൺലി 2. അടുത്ത ചോദ്യം, നബാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഉത്തരം സി ആണ്. 2ാമത്തേതാണ് കറക്റ്റ് എന്നാണ് ഉത്തരം. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ, മേജർ ഇറിഗേഷൻ പ്രോജക്ട് റെഫേഴ്സ് പ്രോജക്ട് വിത്ത് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ബി ആണ്. കവേഴ്സ് മിനിമം 10,000 ഹെക്ടേഴ്സ് ആണ്. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടർടേക്കൺ ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് ബേസ്ഡ് ഓൺ എന്താണെന്നാണ് ചോദ്യം. എല്ലാത്തിനും ചോദിക്കുന്നതാണിത്. ഉത്തരം ഡി ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ദ എക്കണോമിക് റിഫോംസ് ഇൻ 1991 ആണ് ചോദ്യം. ഉത്തരം എ ആണ്. 1 alone ഈസ് കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ ആണ്. ഉത്തരം ഡി ആണ്. നൺ ഓഫ് ദീസ് ആണ്.
What is the duration of president's rule in a state when there is a breakdown in constitutional machinery ആണ് ചോദ്യം. ഉത്തരം ബി ആണ്. 6 months extendable for a minimum of 3 years ആണ് ആൻസർ. അടുത്ത ചോദ്യം, which of the following statements are correct about constitution of India എന്നുള്ളതാണ്. എല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡിഗ്രി മെയിൻസ് ഉള്ളവർക്ക് ഇത് കുറച്ച് ഉപകാരപ്പെടും, LDC ഉള്ളവർക്ക്. അപ്പൊ ഒന്ന് നോക്കിയിട്ട് പോയി. ഇത് ഇംഗ്ലീഷിലായതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അത് മലയാളത്തിൽ ചോദിക്കും. LDCയിൽ മലയാളത്തിലാക്കി ചോദിക്കുന്നേ ഉള്ളൂ. അത് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ 20ാമത്തെ ചോദ്യം ഉത്തരം ഡി ആണ്. 1, 2, 3 ആണ്. അടുത്തത് 21, മിഷൻ ശക്തിയെ പറ്റിയിട്ടുള്ളൊരു ഇതാണ് ചോദിച്ചേക്കുന്നത്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നു എന്നാണ് ചോദ്യം. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിലാണ്. അടുത്ത ചോദ്യം, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ സി ആണ്. 23, അടുത്തും ഇത് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ളതാണ്. റിട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ എ ആണ്. അടുത്ത 24ാമത്തേത്, which of the following tasks are not performed by Election Commission of India എന്നാണ്. 24 സി ആണ് ആൻസർ. 2ഉം 4. നോമിനേറ്റിംഗ് ദ കാൻഡിഡേറ്റ്, സൂപ്പർവിസിംഗ് ദ പഞ്ചായത്ത് ഇലക്ഷൻസ്. അതാണ് നോട്ട് പെർഫോംഡ് ആണ്. നോട്ട് പെർഫോംഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ആണ്. അടുത്ത ചോദ്യം, അണ്ടർ ദ GST which of the following is not type of tax levied എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ബി ആണ്. The official legal advisor to a state government is Advocate General. Which is not a part of Article 19 of the Constitution. Article 19 കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ബി ആണ്. റൈറ്റ് ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫാൾസ് അണ്ടർ വിച്ച് ഇന്ത്യൻ മിനിസ്ട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മിനിസ്ട്രിയെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഉത്തരം സി ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഹു ഇസ് ദ വൈസ് ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് 2024 ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എ ആണ്. പ്രൊഫസർ VK രാമചന്ദ്രൻ ആണ് ആൻസർ. 97 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 2011 കൺസേൺഡ് വിത്ത് എന്നാണ് ചോദ്യം. ഉത്തരം എ ആണ്. ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അടുത്ത ചോദ്യം, എക്കണോമിക് ജസ്റ്റിസ് as one of the objectives of Indian Constitution has been provided in the ആൻസർ സി ആണ്. പ്രിയാമ്പിൾ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് വരുന്നത്. 32, ഹു ഇനാഗുറേറ്റഡ് ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് പഞ്ചായത്ത് ഇൻ രാജസ്ഥാൻ 2 October 1989 എന്നാണ് ചോദ്യം. ഉത്തരം ബി ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, ഹു ഇനാഗുറേറ്റഡ് ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് പഞ്ചായത്ത് സെയിം ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റെസ്പിറേറ്ററി സിസ്റ്റം, ബയോളജി ആണ്. ഹ്യൂമൻ ഇസ് ട്രൂ എന്നാണ് ചോദ്യം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഉത്തരം ബി ആണ്. 1, 3. അടുത്തത്, which one of the following is combination related to vitamin B complex is correct? ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഉത്തരം ബി ആണ്. both 1 and 4. both 1 and 4 ആണ് ഉത്തരം. അടുത്ത, Social Justice Department of Kerala ensures proper implementation of important social welfare legislation and financial assistance to the needy of the state. Which of the following schemes are provided for the empowerment of differently abled persons ആണ് ചോദ്യം. ഉത്തരം സി ആണ്. only 2, 3 and 5. only 2, 3 and 5. അതിജീവന, പരിരക്ഷ, മതൃജ്യോതി, അതാണ്. അത്രയും 3 എണ്ണമാണ് അതിൻ്റെ. അടുത്തത്, June 5 സെലിബ്രേറ്റഡ് ആസ് വേൾഡ് എൻവയോൺമെന്റ് ഡേ. വാട്ട് വാസ് ദ തീം ഓഫ് ഹോസ്റ്റ് ഓഫ് കൺട്രീസ് വേൾഡ് എൻവയോൺമെന്റ് ഡേ 2024 ആണ് ചോദ്യം. ഉത്തരം ഡി ആണ്. ഇത് LDCക്കും ചോദിച്ചിരുന്നു, അത് ഇംഗ്ലീഷിലാക്കി ഇപ്പൊ ഇതിന് ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണക്റ്റഡ് ഫാക്ട്സ്, അതിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. അടുത്ത, ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് റെയർ അബൌട്ട് ഡെഡ്ലി ബ്രെയിൻ ഇൻഫെക്ഷൻ റിപ്പോർട്ടഡ് റീസെന്റ് നോർത്തേൺ കേരള. എന്താണ് ഇപ്പോ അമീബിക് മസ്തിഷ്ക ജ്വരം, അതിനെ പറ്റിയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഉത്തരം എ ആണ്. only 2 കോസ്ഡ് പാത്തോജൻ എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക, അതാണ് ആൻസർ. ഇപ്പോൾ അത് കറണ്ട് അഫയേഴ്സിലും വരുന്നുണ്ട്, ബയോളജിയിലും വരുന്നതാണ്. അടുത്തത്,
വാട്ട് ടൈപ്പ് ഓഫ് മിറർ കോമൺലി യൂസ് ടു മേക്ക് റിയർ വ്യൂ മിറേഴ്സ് ഇൻ വെഹിക്കിൾസ് എന്നാണ് ചോദ്യം. ഉത്തരം ബി ആണ്, കോൺവെക്സ് മിറർ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആണ് ചോദ്യം. ന്യൂട്ടൺ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഫോർ ആൻ ഒബ്ജക്ട് ഓഫ് ദ സർഫസ് ഓഫ് എർത്ത് എന്നാണ് ചോദ്യം. ഉത്തരം ഡി 11.2 km/s ആണ് ആൻസർ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ലാൻഡർ യൂസ്ഡ്? ചന്ദ്രയാൻ 3 ആണ്, ബി ആണ്. അത് നമ്മൾ കണക്റ്റഡ് ഫാക്ട്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ അത് കണ്ടവർക്ക് അത് എഴുതാൻ പറ്റും. വിച്ച് ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് കളക്റ്റീവ്ലി നോൺ ആസ് ചാൽക്കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഉത്തരം സി ആണ്. നെയിം ഓഫ് ദ ആൽക്കലോയിഡ് വിച്ച് ഈസ് അനലജിസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് 43, ഉത്തരം ബി ആണ്, മോർഫിൻ ആണ് ആൻസർ. 44 വിച്ച് അലോയ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ ദ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്സ് എന്നാണ് ചോദ്യം. ഉത്തരം അൽനിക്കയാണ്. അടുത്ത ചോദ്യം, ജർമ്മനി in 2022 launched the world first fleet of hydrogen powered passenger trains to replace diesel trains on non-electrified tracks. What technology do these new trains primarily utilize എന്നാണ് ചോദ്യം. ഉത്തരം ഹൈഡ്രജൻ ടാങ്ക്സ് ആൻഡ് ഫ്യൂവൽ സെൽസ് ആണ്. വിച്ച് ഗെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ടേം കാസ്ലിംഗ് എന്നാണ് ചോദ്യം. ചെസ് ആണ്. വിച്ച് നോവൽ ഓഫ് സേതു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ വെൽ നോൺ ക്യാരക്ടർ ദേവി എന്നാണ് ചോദ്യം. ഉത്തരം ബി പാണ്ഡവപുരമാണ്. ഹൂ റോട്ട് കഥകളി വിജ്ഞാനകോശം എൻസൈക്ലോപീഡിയ ഓഫ് കഥകളി എന്നാണ്. ആരാണ് അത് എഴുതിയതെന്നാണ് ചോദ്യം. ബി ആണ്, ഐമനം കൃഷ്ണ കൈമൾ. വിച്ച് ഓഫ് ദ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ജേർണൽ കേളി? കേളി എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. കേരള സംഗീത നാടക അക്കാദമി, സി ആണ് ആൻസർ. വിച്ച് ഫിലിം ഫ്രം ഇന്ത്യ വോൺ ദ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ഇൻ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ 2024 ആണ് ചോദ്യം. ആൾ വി ഇമാജിൻ അസ് ലൈറ്റ് ആണ്. അടുത്തത് മാത്സ് ആണ്. അപ്പോൾ മാത്സ് ആൻസർ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, നമ്മൾ അത് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. 51 ആൻസർ ബി ആണ്, 52 സി ആണ് ആൻസർ, 53 എ ആണ് ആൻസർ, 54 എ ആണ്. ചെയ്ത് നോക്കുക, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. 55 ഡി ആണ്. അടുത്ത ഓഡ് വൺ ഔട്ട് ആണ്. 56 ബി ആണ്, അത് 3D ആണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. അടുത്ത 57 എന്ന് പറയുന്നത് 3/c ആണ്. അടുത്ത ബ്ലഡ് റിലേഷൻ ആണ്. 58ന്റെ ആൻസർ ബി ആണ്. അടുത്ത കോഡിംഗ് ആണ്. 59ന്റെ ആൻസർ ബി ആണ്. അടുത്ത ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ആൻസർ ഡി ആണ്. ഓക്കെ, ഐ സാ 10 ഡാഷ് ഫ്ലവർ വേസസ് ഇൻ ദ ഷോപ്പ് എന്നാണ് ചോദ്യം. ഇംഗ്ലീഷ് ആണ്. ആൻസർ എ ആണ്. ഐ സാ 10 സ്മോൾ ആന്റിക് ചൈനീസ് പോർസലിൻ ഫ്ലവർ വേസസ് ഇൻ ദ ഷോപ്പ് എന്നാണ് ഉത്തരം. 62 ലുക്സ് ലൈക്ക് ഇറ്റ് ഡാഷ് റെയിൻ, ലുക്സ് ലൈക്ക് ഇറ്റ് മൈറ്റ് റെയിൻ എന്നാണ്. അടുത്ത ഈസ് കൊച്ചി ഡാഷ് ദാൻ ട്രിവാൻഡ്രം എന്നാണ് ചോദ്യം. ഈസ് കൊച്ചി മോർ ബിസി ദാൻ ട്രിവാൻഡ്രം. ഹി എൻജോയ്സ് സ്വിമ്മിങ് ആൻഡ് ഡാഷ് ആണ്. ഹി എൻജോയ്സ് സ്വിമ്മിങ് ആൻഡ് റണ്ണിങ് ആണ്. ഹാഡ് ഐ നോൺ ഐ ഡാഷ് ഡിഫറെന്റ്ലി. ഹാഡ് ഐ നോൺ ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ് ഡിഫറെന്റ്ലി. ആൻസർ വുഡ് ഹാവ് ഡൺ ആണ്. ഷീ ഈസ് സോ റിച്ച്. ഷീ സ്റ്റേഡ് ഇൻ എ ഡാഷ് ഓഫ് റൂംസ് ഇൻ ദ ഹോട്ടൽ. She is so rich. She stayed in a suite of rooms in the hotel. ആൻസർ എ ആണ്. 67 ആൻസർ ബി ആണ്. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ വിഷിംഗ് ഗുഡ് ലക്ക് ആണ്. വാട്ട് ഈസ് എ വൺ വേർഡ് ദാറ്റ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്? someone who has marriage. മാരേജിന് ഹേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പറയുന്ന വൺ വേർഡ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഡി ആണ്, മീസോഗമിസ്റ്റ്. ഷീ ഈസ് ബിസി ദിസ് വീക്കെൻഡ്. ഹെർ ഡാഷ് ആർ കമ്മിങ് ഫോർ എ വിസിറ്റ്. സിസ്റ്റർ ഇൻ ലോ ആണ്. ദ സൂപ്പർ സ്റ്റാർ വിസിറ്റ്സ് വാസ് എ ഡാഷ് മൊമെന്റ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. സി ആണ്, ഹിസ്റ്റോറിക് മൊമെന്റ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അടുത്ത മലയാളമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത് എന്നാണ് ചോദ്യം. ഈ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് തന്നെയാണ് LDCക്കും ചോദിച്ചത്.
ഉത്തരം എ ആണ്, കവയിത്രി. അടുത്ത ശരിയായ വാക്യം ഏത് എന്നാണ് ചോദ്യം. ഡി ആണ്, അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഹാർദവം അല്ല, ഹാർദമായി സ്വാഗതം ചെയ്തു, അതാണ് ശരി ഉത്തരം. നിഷ പ്രിഫേഴ്സ് ടു കോഫി ടു ടീ, അതിന്റെ മലയാള പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സി ആണ്, നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. അടുത്ത ഒറ്റപ്പദം എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പൊക്കമുള്ളവൻ, അതിന്റെ ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ബി ആണ്, പ്രാംശു. താഴെ പറയുന്നവയിൽ അഗ്നിയുടെ പര്യായം അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. 75 ബി, അഗ്രിമനാണ് ഉത്തരം. തന്നിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. തിക്തം എന്നാണ് ആൻസർ ചോദ്യം. ഉത്തരം തിക്തം എന്ന് പറയുമ്പോൾ കയ്പുള്ള, അപ്പം അതിന്റെ ഓപ്പോസിറ്റ് വിപരീതമാണ് ചോദിച്ചിരുന്നത്. ഡി, മധുരം. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആശ്രിതനായി കഴിയുക. ഉത്തരം ഡി ആണ്. സമാന പദങ്ങൾ കണ്ടെത്തുക. ന്യൂനം, നൂനം. ഉത്തരം കുറവ്, നിശ്ചയം. ഉത്തരം എ ആണ്, കുറവ്, നിശ്ചയം. അടുത്ത് പുല്ലിംഗ ശബ്ദം എഴുതുക എന്നാണ്. സ്നുഷ പുല്ലിംഗ ശബ്ദം ജാമാതാവാണ്. വാക്യം ചേർത്ത് എഴുതുക. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. അതിന് ചേർത്ത് എഴുതണം. ഉത്തരം എ ആണ്. ആശയ്ക്ക് വിശക്കുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു, ഇതാണ് ആൻസർ. അടുത്ത കമ്പ്യൂട്ടർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാതെ പ്ലോട്ടറല്ല, ജോയിസ്റ്റിക് അല്ല, മോട്ടറല്ല, ഹെഡ്ഫോൺ ആണ്. നോട്ട് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ബ്രൗസ് ദ ഇന്റർനെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സി ആണ്, മോസില്ല ഫയർഫോക്സ്. അടുത്തത് ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ പോലെ തോന്നും, പക്ഷെ എളുപ്പമുള്ളതാണ്, അത് പഠിച്ചാൽ എളുപ്പമുള്ളതായിരുന്നു. ഉത്തരം ബി ആണ്. 94 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ യൂസ് സ്റ്റോപ്പ് ദ സ്ലൈഡ് ഷോ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഡി ആണ്, എസ്കേപ്പ് കീ. ഹൗ ഡു യു ഇൻസേർട്ട് ദ വാട്ടർമാർക്ക് ഇൻ എ വേർഡ് ഡോക്യുമെന്റ്? എങ്ങനെയാണ് ഒരു വേർഡ് ഡോക്യുമെന്റിൽ വാട്ടർമാർക്ക് ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. Go to page layout and click on watermark. Go to page layout and click on watermark. അടുത്ത the primary function of the motherboard എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സി ആണ്, to connect and allow communications between various components. അടുത്ത ചോദ്യം, which function is used to join two or more addresses in different cells എന്നാണ് ചോദ്യം. 98 ഡി ആണ് ആൻസർ. 98 ഹൗ ടു ഇൻസേർട്ട് എ പേജ് ബ്രേക്ക് ഇൻ MS Word. MS Word പേജ് ബ്രേക്ക് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. 98 ആൻസർ Ctrl+N എന്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫീച്ചർ ഓഫ് റാം. റാമിന്റെ കറക്റ്റ് ഫീച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ആണ്. റാം ഇസ് എ നോട്ട് പെർമനന്റ് സ്റ്റോറേജ്, റാം ഇസ് വോളറ്റൈൽ. അടുത്ത വാട്ട് ഈസ് ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ ഓഫ് 15 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എഫ് ആണ്, ഹെക്സാഡെസിമൽ എഫ് ആണ്. അപ്പോൾ ഇത് ഇനി അടുത്ത എക്സാംസിന് പോകുന്നവര്, അതായത് LDC ഇനിയുള്ള എക്സാംസിനും ഡിഗ്രി മെയിൻസിന് പോകുന്നവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. ബാക്കി നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ അതൊക്കെ എളുപ്പമായിട്ട് വന്നു. പക്ഷെ ആദ്യത്തെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവാം. ഇനി നിങ്ങൾക്ക് ഈ മാത്സിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, നമ്മളത് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.